നമ്മൾ ഡൽഹിയിലേക്കാണ്. രാജ്യത്തെ നടുക്കിയ ഡൽഹിയിൽ വൻ സ്ഫോടനം. ചെങ്കോട്ടയ്ക്ക് സമീപം വൈകിട്ട് 6:55-നാണ് കാർ പൊട്ടിത്തെറിച്ചത്. സാവധാനം നീങ്ങിയ വാഹനം ട്രാഫിക് സിഗ്നലിന് സമീപം നിർത്തിയപ്പോൾ വൻ സ്ഫോടനമുണ്ടാവുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന വാഹനങ്ങളും അഗ്നിക്കിരയായി. 8 പേർ മരിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥിരീകരിച്ചു. ചിന്നിച്ചിതറി തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലായിരുന്നു മൃതദേഹം. 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പലരുടെയും നില ഗുരുതരമാണ്. 1 കിലോമീറ്റർ ദൂരത്തേക്ക് സ്ഫോടന ശബ്ദം കേട്ടു. സ്ഫോടന കാരണം അന്വേഷിക്കുകയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സ്ഥിതിഗതികൾ വിലയിരുത്തി. ബൽറാം നെടുങ്ങാടി, വിനീത VG, അജീഷ് ശിവകുമാർ, R. അച്യുതൻ എന്നിവർ ഇപ്പോൾ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. ഈ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം? ഉന്മേഷ്, ഈ സ്ഫോടനം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ വിവിധ ദിശകളിലേക്ക് അന്വേഷണം പുരോഗമിക്കുകയാണ്. പല സംഘങ്ങളായി പല ദൗത്യവുമായാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ കാറിന്റെ ഉടമ, അത് നിലവിലെ ഉടമ പുൽവാമ സ്വദേശിയാണ്. താരിഖ് എന്നയാളാണ് ഈ കാറിന്റെ ഉടമസ്ഥൻ എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ കാറിന്റെ ആദ്യ ഉടമ സൽമാനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും 1.5 വർഷം മുമ്പ് കാർ ദേവേന്ദ്ര എന്നയാൾക്ക് കൈമാറിയിരുന്നതായി അയാൾ മൊഴി നൽകുകയും ചെയ്തിരുന്നു. ആ മൊഴി RTO സ്ഥിരീകരിച്ചിരുന്നു. ഈ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഒരു ദിശയിൽ പുരോഗമിക്കുന്നു. അതേസമയം സമാനമായി ഈ കാർ എവിടെ നിന്ന് പുറപ്പെട്ടു, എവിടെ നിന്നാണ് വരുന്നത്, എന്തായിരുന്നു ലക്ഷ്യം, ഏതെല്ലാം സ്ഥലങ്ങളിൽ വഴിയിൽ ഇത് നിർത്തി തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ മറ്റൊരു പോലീസ് സംഘം പരിശോധിച്ചു വരികയാണ്. CCTV ദൃശ്യങ്ങൾ അടക്കമുള്ളവ വിശദമായി ഇതിനകം തന്നെ ശേഖരിച്ച് പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ കാർ പുറപ്പെട്ട ദിശയിലേക്ക് ഒരു മാപ്പിംഗ് ആണ്, ഒരു റിവേഴ്സ് മാപ്പിംഗ് ആണ് ഇപ്പോൾ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഉണ്ടായിരുന്നത് ആരൊക്കെ എന്ന കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു അന്വേഷണം. 3 പേരായിരുന്നു ഇതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രാഥമിക വിവരമെങ്കിൽ പോലും അത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ കഴിയില്ല. കൃത്യമായി തന്നെ മുൻ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭിച്ചാൽ മാത്രമായിരിക്കും, അത് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും അക്കാര്യങ്ങളിൽ സ്ഥിരീകരണം ഉണ്ടാവുക. കാറ് പാടെ തകർന്ന് ഏതാണ്ട് മീറ്ററുകൾ അകലേക്ക് അതിന്റെ ഭാഗങ്ങൾ തെറിച്ച നിലയിലാണ് ഉള്ളത്. ഈ കാർ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. ഈ കാറിൽ ഉണ്ടായിരുന്ന ആളുകൾ അതാരൊക്കെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ മരിച്ചവരുടെ പേര് വിവരങ്ങൾ അത് പുറത്തു വരുന്നില്ല. ആരൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ടില്ലല്ലോ. അൺനോൺ എന്നാണല്ലോ ആ ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൽറാം. അപ്പോൾ ഇതാര്, ഈ കാറിലുണ്ടായിരുന്നത് ആര്, ഇതെവിടെ നിന്ന് ഈ കാർ വരുന്നു, ആ നിലയ്ക്ക് പുതിയ വിവരങ്ങൾ ഉണ്ടോ ബൽറാം? ഉന്മേഷ്, ഈ സ്ഫോടനം എന്നുള്ളത് അത്യുഗ്ര ശേഷിയുള്ള സ്ഫോടനമായിരുന്നു. ഈ കാറിൽ ഉണ്ടായിരുന്നവരോ വഴിയാത്രക്കാരോ ഈ 2 വിഭാഗത്തിലുള്ളവരാണ് ഈ അപകടത്തിൽ മരിച്ചവർ എന്നാണ് പ്രാഥമികമായ നിഗമനം. നമ്മൾ ഇവിടെ എത്തുന്ന ഘട്ടത്തിലും മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇപ്പോഴും ഇവിടെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. അത്തരത്തിൽ ഉഗ്രശേഷിയുള്ള സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ മരിച്ചവരുടെ മുഖത്ത് നിന്നും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. മറ്റൊന്ന് എന്നുള്ളത്, ഈ പ്രദേശം ജനസാന്ദ്രത കൂടിയ ഇടമാണ്. വഴിയോര കച്ചവടക്കാരുണ്ട്, അവരിൽ നിന്നും സാമഗ്രികൾ വാങ്ങാൻ എത്തുന്നവരുണ്ട്, കൂടാതെ സന്ദർശകരുണ്ട്. ഇതിൽ ആരാണ് അപകടത്തിൽപ്പെട്ടത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പലരുടെയും കൈവശം ID കാർഡോ ശരീരത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യവുമുണ്ട്. ഇതെല്ലാം തന്നെയാണ് കൂടുതൽ വിശദമായ അന്വേഷണങ്ങളിലൂടെ, പരിശോധനകളിലൂടെ മാത്രമേ ഇവർ ആരൊക്കെ എന്നതിലേക്ക് അന്വേഷണം എത്തുകയുള്ളൂ. അതേസമയം ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ അന്വേഷണം, പരിശോധനകൾ ഈ സ്പോട്ടിൽ പുരോഗമിക്കുകയാണ്. വിവിധ ഏജൻസികൾ, അത് 8ഓളം ഏജൻസികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലും ക്രൈംബ്രാഞ്ചും ഉണ്ട്. കൂടാതെ NIA, NSG സംഘങ്ങൾ, നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള പ്രത്യേക സംഘം, ഇതുകൂടാതെ ഉത്തർപ്രദേശ് പോലീസിന്റെ ATS, ജമ്മു കശ്മീർ പോലീസിന്റെ സംഘം എന്നിവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഏജൻസികൾ സംയുക്തമായി പുൽവാമ ബന്ധം എന്നുള്ള തരത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നു എന്ന് പറയുമ്പോൾ ഔദ്യോഗികമായി അത്തരം റിപ്പോർട്ടുകളൊന്നും വരുന്നില്ല. ഒരു ഭീകരാക്രമണം എന്നുള്ള തരത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷെ അപ്പോഴും ഈ പുൽവാമ ബന്ധം വെച്ചുള്ള സംശയങ്ങൾ, അത് ആ തരത്തിലാണല്ലോ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ടുകൾ ബൽറാം.
ഉന്മേഷ്, തീർച്ചയായും ഈ ഒരു സ്ഫോടനത്തിന് ജമ്മു കശ്മീരുമായി പുൽവാമയുമായി ബന്ധമുണ്ട്, നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഡൽഹി പോലീസിന്റെ സ്ഥിരീകരണം അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗിക ഏജൻസിയുടെ സ്ഥിരീകരണം അതിൽ വരേണ്ടതുണ്ട്. അത് അന്തിമ ഘട്ടത്തിലേക്ക്, അത് ആ ഉടമയെ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങൂ. അത്രത്തോളം ഗൗരവമുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പഴുതടച്ച അന്വേഷണം, ഇതിന്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു, എന്താണ് സംഭവിച്ചത് എന്നതിന്റെ വ്യക്തത വന്ന ശേഷം മാത്രമായിരിക്കും രാജ്യത്തോട് അക്കാര്യം പങ്കുവയ്ക്കുക എന്ന് തന്നെയാണ് നിലവിലുള്ള ഏജൻസികളുടെ, ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇത് ഒരു അട്ടിമറി സൂചനയിലേക്ക് അല്ലെങ്കിൽ അട്ടിമറി സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് എന്ന് നിലവിലെ സ്ഥിതിഗതികൾ, അന്വേഷണത്തിന്റെ പുരോഗതി, ഇവിടെ എത്തിയിരിക്കുന്ന ഏജൻസികളുടെ ഗൗരവ സ്വഭാവം എന്നിവ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്. ഇന്ന് രാവിലെ ഡൽഹിയിൽ അതിർത്തിയിൽ ഫരീദാബാദിൽ നിന്നും പിടിച്ചെടുത്ത സ്ഫോടക വസ്തുക്കൾ വൈകിട്ടോടെ ഏതാണ്ട് 3000 കിലോയിലേറെ സ്ഫോടക വസ്തുക്കളും തോക്കുകളുമാണ് പിടികൂടിയത്. അത് ജമ്മു കശ്മീരുമായി ബന്ധമുള്ള ഭീകരവാദ സംഘടനകൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നാണ് ജമ്മു കശ്മീർ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം നടന്നത്. ആ ജമ്മു കശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിൽ പിടികൂടിയ ഭീകരരുമായി ബന്ധമുള്ളവർ, അവർക്ക് ഈ അട്ടിമറിയിൽ സാധ്യത അല്ലെങ്കിൽ ആ സംഭവവുമായി ഇതിന് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ ലഭിക്കുന്നു. അത് സ്ഥിരീകരിക്കുന്നില്ല പോലീസ്. അത് അന്വേഷണം ഏതാണ്ട് ആ ദിശയിലേക്ക് എത്തിയാൽ മാത്രമായിരിക്കും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഈ വിഷയത്തിൽ ഉണ്ടാവുക. എന്തായാലും ഒരു അട്ടിമറി ആംഗിൾ ഇതിനുണ്ട് എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ആ ദിശയിലേക്ക് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്പോട്ടിൽ നിന്നും പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ലഭ്യമാകുന്ന പരമാവധി തെളിവുകൾ ഇവിടെ നിന്നും ശേഖരിച്ച ശേഷം ഈ ഒരു സ്ഫോടനം നടന്ന സ്ഥലം അത് എത്രയും വേഗം ക്ലിയർ ചെയ്യുക എന്നത് തന്നെയാണ് വിവിധ ഏജൻസികളുടെ ലക്ഷ്യം എന്നുള്ളത്. അവർക്ക് ഉന്നത തലത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന നിർദ്ദേശവും അത് തന്നെയാണ്. ഇത് ജനത്തിരക്കേറിയ ഒരു പ്രദേശമാണ്, തന്ത്രപ്രധാനമായ ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എത്രയും വേഗം ഈ സ്പോട്ടിൽ അന്വേഷണം പൂർത്തിയാക്കി പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.